Hey guys, this is Arshi. This is Mirza. And welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ചാച്ചനെയും കൂട്ടിയിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റ് അല്ലെങ്കിൽ ഒരു നോമ്പ് ഒരു ഇഫ്താർ മീറ്റ് ആണ് ഇന്ന്. ഒരു നോമ്പ് തറ നമ്മൾ എന്ത് ചെയ്യാം, ചാച്ചന് നമ്മളിവിടെ റൂം മാറിയതിന് ശേഷം തീരെ ചാച്ചന് അങ്ങനെ ഇങ്ങനെയും കിട്ടലില്ല. അപ്പം ഇന്ന് കംപ്ലീറ്റ് മൂപ്പരിക്കായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആകെക്കൂടിയുള്ളൊരു പെങ്ങളും എനിക്ക് ആകെക്കൂടിയുള്ള ഒരു ആങ്ങളെയും കൂടിയാണ്, മിച്ചുവിന് ആകെക്കൂടിയുള്ള ഒരു അളിയനും കൂടി ആയതുകൊണ്ട് നമ്മളിന്ന് കംപ്ലീറ്റ് ഞങ്ങൾ എന്താ പറയുക 3 പേരും കൂടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സവായിക്കാൻ്റെ അടുത്തേക്കാണ്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 5 മണി ആയിട്ടുണ്ട്, 5:30 ബാങ്ക്. അപ്പോൾ നമ്മൾ നേരെ പോവാം. ചാച്ചനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലൊക്കേഷനിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം യെസ്, അപ്പം അങ്ങനെ. അപ്പം എല്ലാവരും നോമ്പൊക്കെ എങ്ങനെയുണ്ട്, ക്ഷീണമുണ്ടോ? ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഡേ ബൈ ഡേ ഓരോ ദിവസം കൂടുന്തോറും ക്ഷീണം കുറച്ച് ജാസ്തി ആവുന്നുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ വേറെ അസുഖവും കാര്യങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാഹത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ. ഈ ഈവനിങ് സമയം എന്ന് പറയുന്നത് നല്ല അടിപൊളി സമയമായിട്ട് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റിയൊരു സമയം, എനിക്കിഷ്ടമുള്ള സമയം. മിച്ചുവിന് നല്ലൊരു ടൈമായി ഈ ഒരു ടൈം. പക്ഷെ കുറച്ച് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇക്കാക്ക കുറച്ച് നേരത്തെ തന്നെ അപ്പത്തേനും നമ്മൾ അവിടെ എത്തണം കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും അവിടെ എത്തണം. ഇൻഷാല്ലാ എത്തും അല്ലേ, എത്തും. അപ്പം അങ്ങനെ നമ്മൾ കകനെ വിളിച്ചും കൊണ്ടാണ് പോകുന്നത്. അയ്യോ ഫോണ് പോയി. വിളിച്ചും കൊണ്ടാണ് പോകുന്നത്. ലൈക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പറയാൻ ഫോൺ എടുക്കുന്നില്ലല്ലോ ബോസ്. ഇവിടെ നിക്കുന്നുണ്ട്. അയ്യോ മോനെ, വരൂ. ചോറാ നോമ്പ് തീർക്കാൻ പോകുന്നേരം ചോറ് എന്നാ എവിടെയുള്ളത്? കാര്യമായ എന്തോ പരിപാടിയിലാണ് ഗൈസ്. അസ്സലാമു അലൈക്കും. ഹലോ. സുഖാണോ? ഇതെന്താ ഒക്കെ എടുത്തേക്ക്? ഇതെന്താ ഹലീസ് കിട്ടിക്കുന്നല്ലേ? ഇന്ന് എവിടുന്ന് കിട്ടിയതാ? ഇവരെല്ലാരും ഇതാ മേടിക്കാൻ പോകുന്നല്ലോ. നിങ്ങളുടെ കോച്ചാ? പിക്കാക്ക് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അത് നമ്മളോട് വരുമ്പോ തന്നെ വിളിച്ച് ചോദിച്ചാട്ടോ ഇത് വേണോ എന്നുള്ളത്. ഇത് കണ്ണൂരത്തെ സ്പെഷ്യൽ അല്ലേ ഈ ഒരു സാധനം? ഇല്ല, നമുക്കില്ല. ഇല്ലേ? നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടില് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണ് ഈ ഒരു സാധനം. മിച്ചുവിന്റെ കസിന്റെ കല്യാണത്തിനാണ് ഞാൻ കഴിക്കുന്നത്. അല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ എന്തെല്ലാം വിശേഷം? ഞങ്ങളുടെ വീഡിയോസിലൊന്നും ഇപ്പൊ കാണുന്നില്ല, വ്ളോഗിലൊന്നും വരുന്നില്ല. മസ്റ്റ് ട്രൈ ഇടും, മസ്റ്റ് ട്രൈ കമന്റ് ഇടും. അല്ലേ ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ, എന്താ പറയാ, എങ്ങനെയുണ്ട് നോമ്പ്? ക്ഷീണിച്ചിക്ക്. നാട്ടിൽ നിന്ന് വന്നപ്പോ ഒരു 10 കിലോ കൂടിയിട്ടാ വന്നത്. 20 ദിവസത്തേക്ക് നാട്ടിൽ പോയതാ ബോസ്. എന്നിട്ട് 10 കിലോ കൂടിയിട്ടാ തിരിച്ചു വന്നത്. ഇപ്പൊ അത് ഒരു 10 ദിവസമായിട്ടില്ല. 8ാമത്തെ നോമ്പല്ലേ? 8ാമത്തെ നോമ്പിൽ നല്ലോണം അങ്ങ് ഉടഞ്ഞു വയ്ക്ക്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാണിക്കാം. ഓക്കെ. എന്തായാലും നമ്മളവിടെ എത്തൂല ബാങ്ക് കൊടുക്കുമ്പോഴത്തേന്. അപ്പോ വണ്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കും ബാങ്ക് നോമ്പ് തുറക്കുന്നുണ്ടാവും. അപ്പൊ ഇക്കാക്ക് കൊടുന്നേക്കുന്നത് ആപ്പിളാ. ഈത്തപ്പഴം എടുത്തിട്ടില്ല, നമ്മള് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വെള്ളമുണ്ട്, അതുപോലെ തന്നെ ആപ്പിളും ഉണ്ട്, ആലീസ് ഉണ്ട്. പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നോമ്പ് തുറന്നാൽ നല്ലോണം തിന്നാൻ കഴിയുമോ? എനിക്ക് വേണ്ടത്. എനിക്ക് അത് ഇഷ്ടമില്ല. മീൻകറി, ചിക്കൻ കറി, കൊഞ്ചൻ കറി ഉണ്ട് ഇന്നലത്തെ.
എന്തായാലും ലേറ്റ് ആയി പോയി കേട്ടോ നമ്മള് അവിടെ എത്തുമ്പോഴത്തേന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. ഇപ്പൊ സമയം 5:26 ഒരു 6-7 മിനിറ്റിന്റെ ഉള്ളിൽ ബാങ്കും കൊടുക്കും. അപ്പോൾ വണ്ടിയിൽ നിന്നിരിക്കും നോമ്പ് തുറക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. അതാണ് ബ്ലോക്ക് ഉണ്ടല്ലോ, സോറി അവിടുന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് സിഗ്നലിൽ നിന്നതാണ്. ഇക്കാന്റെ അടുത്തേക്ക് വരുന്നേരം നല്ല ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് സിഗ്നലിൽ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം റഷ് ഉണ്ട്. സമയമായിക്കില്ല അതിനെ കൊണ്ട്. സംഭവം നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോയ സമയത്ത് അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തിടാണ്. ഈത്തപ്പഴം ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വീഡിയോസ് അവിടെ പോയതിൻ്റെ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ എത്തിയതും എന്താ പറയുക നമ്മൾ ഹോട്ടലിലോട്ടേക്ക് കയറുന്നതും ഒന്നും. കാരണം ഈത്തപ്പഴം പോലും ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഈത്തപ്പഴം കാര്യങ്ങളെല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചധികം ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ എക്സ്പെക്റ്റേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വഴിയ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെയും പോയിട്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കും കേട്ടോ. ആക്ച്വലി അതാ നിൽക്കുന്ന റൈസ് എടുത്തിട്ട് വരുന്ന. താങ്ക് യു. മിക്കാക്ക് റൈസ് വേണ്ട. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര കോമഡിയാണ്. ഇവിടുന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഫുൾ കോമഡി. മറ്റേ ഇവിടെ ആണെങ്കിലും മുടിഞ്ഞ തിരക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും തിരക്കല്ലേ, ഭയങ്കര തിരക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാൻ വേണ്ടിയിട്ട് വന്നേനോ, പക്ഷെ പണി പാടി. ഇനി ഇങ്ങോട്ടേക്ക് വരുമോ? നോ, ഞാനും വരൂല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇനി ഇവിടെ ഇല്ല. ഇക്കാക്ക് ചടച്ചു പോയില്ല. സീൻ. കുറച്ചെടുത്താൽ മതി മിച്ചിയെ. നമ്മളിപ്പോൾ ഇവിടുന്ന് കഴിച്ച ഫുഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ വിചാരിച്ച് നല്ല ടേസ്റ്റ് കാണുമെന്ന് വിചാരിച്ചിട്ട് കുറേ എടുത്തിട്ട് കണ്ടോ ടേബിളിൽ കുറേ എടുത്തിട്ട്, പക്ഷെ ആക്ച്വലി പറ്റ അബദ്ധം. ഒന്നെടുത്താൽ മതി മിച്ചോ. ഇതൊന്ന് ഇതൊക്കെ തിന്നണം കേട്ടോ. ഇവിടെ ഫുൾ കേക്ക് ആയിരുന്നു. കേക്ക് മൊത്തം കാലിയായി പോയിട്ടുണ്ട്. കേക്ക് ഇനി വരില്ല. വേണ്ട, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നിയില്ല. ഇത്രയും ആളുകളുണ്ട് കേട്ടോ. അത്രയും തിരക്ക് ആക്ച്വലി കണ്ടോ. എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. വരുമോ ഇനി വരില്ല. ഓരോന്ന് കാണിച്ചു തരാം. ലൈക്ക് ഇതാ ബ്രെഡും പാലും മിൽക്ക് മെയ്ഡൊക്കെ കൂടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളൊരു സംഭവം. ആൻഡ് ലെറ്റ്സ് ട്രൈ സം ഡെസേർട്ട് ഐറ്റംസ്. എന്ത് രസമുണ്ടോ? ബ്രെഡിൻ്റെ ഐറ്റം ഇതോ, ഇത് മറ്റേ പുഡിംഗ് ഐറ്റം എന്തോ ഒരു സംഭവമാണ്. ആക്ച്വലി നൈസ്. ഡെസേർട്ട് ഐറ്റംസ് ഓക്കെ കേട്ടോ. എല്ലാം മധുരല്ലേ അതിനെക്കൊണ്ട്. മറ്റേത് ആക്ച്വലി എന്താ പ്രശ്നം എന്നറിയും, ഫുഡ് പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ. നമുക്ക് ഈ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവ്, പുളി, കുരുമുളക്, നമ്മുടെ നാടൻ സ്പൈസസ് ഒക്കെ കൂട്ടിയിട്ട് വേണ്ട ഭക്ഷണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എന്താ
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഒരു വെള്ളത്തിൽ കുറച്ച് മുളക് പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് ചിക്കൻ വേവിച്ച് കുറച്ച് ചിക്കൻ, പിന്നെ കുറച്ച് പൊരിച്ച് മസാല അധികം ഇടാണ്ട് പൊരിച്ച ചിക്കൻ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പക്ക അറബിക് ഒക്കെ വെറുതെ ആ ഒക്കെ ഒരുമാതിരി ഒന്നും അറിയില്ല, വെറുതെ ഓരോന്ന് പറയാ. അങ്ങനാണ് ഇവിടുത്തെ. എന്നിട്ട് എന്ത് തിന്നാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ വയറിന് ഇവിടുത്തെ ടേസ്റ്റ് പറ്റുന്നില്ല. ഇതാണ് ഞാൻ കഴിച്ചത്. അതങ്ങനെയല്ല കാണേണ്ടത്. ഇക്കാക്കാൻ്റെ പ്ലേറ്റ് മൊത്തം ഇക്കാക്ക ഫിനിഷ് ചെയ്ത് എൻ്റെ ഐറ്റം ഞാനിതാ ഫാസ്റ്റിയാണ് എനിക്കുള്ളതിലൊന്നും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു ചിക്കനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ ഒരു ചിക്കൻ, അവിടെ ഇരിക്കുന്ന ഒരു ചിക്കൻ, പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ്. റൈസും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈസ് ചെയ്യുന്നുണ്ടോ. എത്രത്തോളം സൗണ്ട് ഓഡിയബിൾ ആണെന്നുള്ളത് അറിഞ്ഞൂടാ. ബട്ട് ആക്ച്വലി ഇനി ഇങ്ങോട്ടേക്ക് വരില്ല, അതെനിക്ക് പറയാനുള്ളൂ. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നൊരു സംഭവമാണ്. എന്തായാലും അത് അത്ര ഫ്ലോപ്പായി. ഫുഡ് അതിനെ കൊണ്ടൊന്നും പറയാനും വയ്യ. നല്ല ഫുഡാണ് കേട്ടോ, അടിപൊളി ഫുഡ്, എല്ലാവരും മസ്റ്റ് ട്രൈ. ഈ ആയിട്ട് നമ്മൾ മലേഷ്യ പോയപ്പോൾ തിന്നിട്ട് ഈ ടേസ്റ്റ് എനിക്ക് ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ്, അതിനെക്കൊണ്ട് ഞാനിതിങ്ങനെ കഴിക്കുന്നു. ഇക്കാകെ പിന്നെ വെജിറ്റബിൾസ് വിശപ്പ് തീരുന്നില്ല, അതുകൊണ്ട് പിന്നെ വെജിറ്റബിൾസ് എടുത്തിട്ട് കഴിച്ചേക്കുന്നു. ഫൈനലി ഗായ്സ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളുടെ ഇന്നത്തെ ഇഫ്താർ വളരെയധികം നല്ലതും അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താറായിരുന്നു അല്ലേ കാക്ക? നമുക്ക് അവിടുന്ന് വീഡിയോസ് ഒന്നും സീരിയസ്ലി വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എന്തേ ക്യാമറ അടിഞ്ഞോ? വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് പോയതുകൊണ്ടായിരിക്കണം ഒക്കെ കൂടി ഫ്ലോപ്പായി പോയത്. പക്ഷേ ഫുഡിന് നമ്മൾ എന്താ പറയുക കുറ്റം പറയുകയല്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പേഴ്സണലി. മിച്ചുക്കാക്കി നല്ല കഴിച്ചില്ലേ? അതാണ് ഇന്ത്യൻ ക്യൂസീൻ അല്ല. പക്ഷെ എന്താ പറയാ ഈ ഡെസേർട്ട് ഐറ്റംസ് അതൊക്കെ പിന്നെ എല്ലായിടത്തും സ്വീറ്റ് ആയതുകൊണ്ട് എന്താ പറയാ ഒരുപോലെ ആയതുകൊണ്ട് നമ്മളത് കഴിച്ച്. അതല്ലാണ്ട് ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് റൈസ് പിന്നെ എന്താ എല്ലാം ഒരുമാതിരി ചെയ്യണു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം ഫുഡ് എന്തായാലും കഴിക്കണം. അതെന്തായാലും കഴിച്ചേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഓരോ തവണ ഓരോ ബൈറ്റ്സ് എടുക്കുമ്പോൾ അല്ലേ എൻ്റെ വയറിങ്ങനെ പറയാം എന്താ പറയുക ഇനി കഴിക്കല്ല കാരണം ആ ടേസ്റ്റിങ് പിടിക്കുന്നില്ലേ. പക്ഷെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, അവിടെ പൈസ കൊണ്ട് കൊടുത്തു പോയില്ലേ. അതാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എനിക്ക് ഒരു ചടപ്പായി. ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല കേട്ടല്ലോ. ഓക്കെ, അല്ല ഒരു ഹരിബറി ഇഫ്താറായി പോയി അല്ലേ? എന്തുകൊണ്ട് മിച്ചു ഒന്നും മിണ്ടുന്നില്ല? എന്ത് പറ്റി മിച്ചു? മിച്ചു കഴിച്ചിക്കും. മിച്ചു എന്താ പറയാ കഴിക്കണം. മിച്ചു കഴിച്ചേ പറ്റുമോ? മിച്ചു കഴിക്കണം. പിന്നെ ഇക്കാക്ക ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സവാ? ലാസ്റ്റ് എന്താ പറയാ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ ഒന്നാമത് ലേറ്റ് ആയിട്ട് എത്തിയതിനെ കൊണ്ട് ഫുള്ള് ഹരിബറിയായി. പിന്നെ നമുക്ക് എന്താ പറയുക സിറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും നോമ്പ് തുറന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളവിടെ എൻട്രി ചെയ്യുക ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ചിലപ്പോൾ ഈ വീഡിയോ വന്നില്ല എന്ന് വരും കേട്ടോ.